സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ. ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ പ്രവഹിക്കുന്ന സമയമാണ് ഈ സമയം, ദൈവകരുണയുടെ ഈ സമയം. നമുക്ക് അബോധ്യത്തോടെ കരുണ പ്രാപിക്കുവാൻ ആഗ്രഹിക്കാം. കരുണ സ്വീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന വഴിയിലേക്ക് എത്തി നിൽക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദിവ്യകാരുണ്യനാഥൻ നമുക്കായി ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയം ദൈവത്തെ നമ്മൾ ആരാധിച്ചാൽ, വിളിച്ചപേക്ഷിച്ചാൽ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നമുക്ക് ആ ബോധ്യത്തോടെ അല്പസമയം സ്വതന്ത്രമായിട്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഉയർന്നങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ ശക്തിയും കൃപയും കരുണയും ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂർ ദൈവാനുഗ്രഹത്തിൻ്റെ മണിക്കൂറായി നമ്മുടെ ജീവിതത്തിൽ മാറുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മണിക്കൂറിൻ്റെ അത്ഭുത ശക്തി നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുന്നത് അനുഭവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, സ്ഥാനങ്ങളിരിക്കാം. അല്പസമയം വചന വെളിച്ചത്തിൽ ദൈവകരുണയെ ധ്യാനിച്ചുകൊണ്ട് ഈ കരുണ പ്രാപിക്കുവാൻ നമ്മൾ കരുണയുടെ ജപമാലയും പ്രാർത്ഥിക്കുന്നതാണ്. ദൈവകരുണയുടെ അഭിഷേകം കിട്ടാൻ രണ്ട് കാര്യങ്ങൾ നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ തിരുഹൃദയത്തെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സഹജീവികളോട് സഹാനുഭൂതിയുള്ളവരായിട്ട് മാറുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവകരുണയുടെ അഭിഷേകം വരുന്നതിന് നമ്മെ സഹായിക്കും എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് ഒരു സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ദൈവാശ്രയത്വവും ശരണവും വളർത്തിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ തിരുഹൃദയത്തെ ധ്യാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ദൈവാശ്രയത്വം അതുപോലെ തന്നെ ശരണം ദൈവകരുണയുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ശരണം. കരുണയുടെ ആ പടത്തിലാണെങ്കിലും നമ്മൾ കാണുന്ന ഒരു എഴുത്ത്, ദൈവമേ ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു എന്നുള്ളതാണ്. പറയുന്നുണ്ട്, ദൈവകരുണ കോരിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു കുടമാണ് ശരണം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. മാർഗരറ്റ് മേരി അലക്കോക്ക് പറയുകയാണ്, കർത്താവിൻ്റെ തിരുഹൃദയത്തെ ധ്യാനിച്ചിരിക്കുക. അത് ദൈവകരുണ പ്രാപിക്കുന്നതിന് നമ്മെ സഹായിക്കും. കാരണം നിങ്ങൾ കാണും, ഈ തിരുഹൃദയത്തെ ധ്യാനിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഈ ഹൃദയം നിനക്ക് വേണ്ടി നിരന്തരം തുറക്കപ്പെട്ടിരിക്കുന്നതായി. കർത്താവിൻ്റെ ഹൃദയം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കുത്തി തുറക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇന്നും ആ ഹൃദയത്തിൽ നിന്ന് കരുണ നമ്മുടെ മേൽ ഒഴുകി വരുന്നു. അതോടൊപ്പം ഈ വിശുദ്ധ സൂചിപ്പിച്ചൊരു കാര്യം, നിന്റെ എല്ലാ ആവശ്യങ്ങളും ദൈവം നടത്തി തരുന്നത് നിനക്ക് കാണാൻ പറ്റും. നീ കർത്താവിൻ്റെ തിരുഹൃദയത്തെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ആ ഹൃദയം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കും. അതുപോലെ തന്നെ ദൈവ കരുണയുടെ നിറവിലേക്ക് നമ്മെ നയിക്കും എന്നുള്ളത് ഈ വിശുദ്ധ ബോധ്യത്തോടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പറയുണ്ട്, കരുണ ആഗ്രഹിക്കുന്നവർ കർത്താവിലേക്ക് തിരിഞ്ഞാൽ അവിടുത്തെ തിരുഹൃദയം നമ്മുടെ മനസ്സിൽ കണ്ട്
വിശ്വാസപൂർവ്വം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് കരുണ, സ്നേഹം ഇതെല്ലാം നമ്മിലേക്ക് ഒഴുകി വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. രണ്ടാമതൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് സഹജീവികളോട് സഹാനുഭൂതി. സഹതാപം പലർക്കും തോന്നിയേക്കാം. വേണമെങ്കിൽ എന്തെങ്കിലും ദാരുണമായൊരു സംഭവത്തെക്കുറിച്ച് കേൾക്കുമ്പോഴേ അയ്യോ അങ്ങനെ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞ് സഹതാപ പ്രകടനം, ഇതല്ല സഹാനുഭൂതി. സഹാനുഭൂതി, എമ്പതി എന്ന് പറയുന്നത് സിമ്പതി കാണിക്കുന്നതല്ല, സഹതാപം കാണിക്കുന്നതല്ല. സഹാനുഭൂതി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അവസ്ഥയിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ച് ആ ഒരു മനോഭാവത്തോടു കൂടി നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് നമുക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സഹാനുഭൂതിയുള്ളവര് എന്ന് പറയാൻ പറ്റും. ഇനി അതല്ലാതെ സഹതാപ പ്രകടനം നടത്തിയത് കൊണ്ട് അവിടെ ആ വ്യക്തിക്ക് അധികമായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. യാക്കോബ് 2-ാം അധ്യായം അതിൻ്റെ 15 മുതൽ വായിക്കുമ്പോൾ കർത്താവ് കൃത്യമായിട്ട് ഈ യാക്കോബ് ശ്ലീഹായിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. വിശക്കുന്നവൻ്റെ അടുത്തിരുന്ന് സഹതാപ പ്രകടനം നടത്തിയിട്ട് കാര്യമില്ല, അവന് ഭക്ഷിക്കാൻ എന്തെങ്കിലും കൊടുക്കണം. അതുപോലെ ഏതവസ്ഥയിൽ കഴിയുന്നവരാണേലും അവരെ നമുക്ക് സഹായിക്കാവുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ സഹായിക്കണം. അപ്പോഴാണ് നമ്മൾ സഹാനുഭൂതിയുള്ള വ്യക്തികളായിട്ട് മാറുക എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ഫൗസ്റ്റീനായുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒരു സംഭവം. ഇനി ഭിക്ഷയാചിച്ചു വന്ന ഒരു മനുഷ്യൻ ഗേറ്റിങ്കൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടു. അമ്മ എന്ന് വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നത്. എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് നല്ല വിശപ്പുണ്ട്, നല്ല തണുപ്പ്, വിറയ്ക്കുകയാണ്, എന്തെങ്കിലും തരാമോ? ഫൗസ്റ്റീന ചെയ്തത്, അവരുടെ അത്താഴമൊക്കെ കഴിഞ്ഞ സമയമായിരുന്നു, എങ്കിലും ഫ്രിഡ്ജിനകത്ത് ഇരുന്ന ഈ ബാക്കി വന്ന സൂപ്പ് എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി അതിനകത്തൊരു ബ്രെഡും ഒക്കെ മുറിച്ചിട്ട് ഒരു കോപ്പയ്ക്കകത്താക്കി സന്തോഷത്തോടെ അത് കൊണ്ടുവന്ന് ഈ ഭിക്ഷക്കാരൻ്റെ നേരെ നീട്ടി. അതാണ് സഹാനുഭൂതി. അയ്യോ ബാവേ, ഈ മനുഷ്യന് ഭയങ്കര വിശപ്പാണല്ലോ, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ്, രാത്രിയായി പോയി, ഞാൻ കോൺവെന്റിനകത്താണ്, പുറത്തോട്ടിറങ്ങുന്നത് ശരിയാകിയല്ല, അങ്ങനെയൊക്കെ വിചാരിച്ച് സഹതാപ പ്രകടനം നടത്തിയെങ്കിലോ? സഹതാപ പ്രകടനം അല്ല വേണ്ടത്, സഹാനുഭൂതി. ഇത് കാണിക്കുന്ന ഫൗസ്റ്റീനായെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതുകൊണ്ട് ഫൗസ്റ്റീനായുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു നേട്ടം, പല ആവർത്തി ദൈവം അവളെ സന്ദർശിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ വിശുദ്ധിക്ക് കർത്താവ് തന്നെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് അവരുടെ ജീവിത ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പറയുണ്ട്, നമ്മൾ കാണുകയാണ് ഇങ്ങനെയുള്ള സഹാനുഭൂതി. അത് നമ്മൾ കാണിക്കുമ്പോൾ തക്ക പ്രതിഫലം ദൈവം നമുക്ക് തന്നിരിക്കും എന്നുള്ള ആ വലിയ കാര്യം ഇവിടെ നമ്മൾ കാണുകയാണ്. ആ മനുഷ്യൻ സൂപ്പ് കുടിച്ച് കോപ്പ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക അനുഭവം, ഒരു സിഗ്നൽ. അതായത് ഇത് വെറും ഭിക്ഷക്കാരനായിരുന്നില്ല, ഈ ഫൗസ്റ്റീന സൂപ്പ് കൊടുത്തത് കർത്താവിന് തന്നെ ആയിരുന്നു എന്നുള്ള ആ ഒരു സിഗ്നൽ. ഏതായാലും അതുകൊണ്ട് ഫൗസ്റ്റീന പോയി കിടക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവ് അവളെ സന്ദർശിക്കുന്നതായിട്ടും അവൾക്കൊരു സന്ദേശം കൊടുക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഇനി അവളുടെ അടുത്ത് വന്ന യേശു പറഞ്ഞൊരു കാര്യം ഇതാണ്, ഫൗസ്റ്റീന, നീ എനിക്ക് തന്ന സൂപ്പ് നല്ല രുചികരമായിരുന്നു, അതൊരു തക്ക സമയത്തുള്ള ഒരു സഹായമായിരുന്നു, അതിന് നീ മുമ്പോട്ട് വന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു, താങ്ക് യു ഫോർ ദ സൂപ്പ്. ഇങ്ങനെ ഒരു കാര്യം കേൾക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ അതിനു വേണ്ടി എടുത്ത കഷ്ടപ്പാടൊരു കഷ്ടപ്പാടായിട്ട് നമുക്ക് തോന്നുമോ? പറയുണ്ട്, സഹാനുഭൂതിയുള്ളവർക്ക് തക്ക പ്രതിഫലം ദൈവം നൽകിയിരിക്കും എന്നുള്ളത് ഹൃദയത്തിൽ നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 40 മുതൽ വായിക്കുമ്പോൾ ഇതേക്കുറിച്ച് കൃത്യമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം നീ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം ഞാൻ നിനക്ക് തന്നിരിക്കും എന്നാണ് വചനത്തിൽ നമ്മൾ കാണുക. അതുപോലെ തന്നെ തുടർന്ന് വായിക്കുമ്പോൾ 41-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രവാചകനായി സ്വീകരിക്കുന്നവർക്ക് പ്രവാചകന്റെ അതേ പ്രതിഫലം ലഭിക്കും. നമ്മൾ ആർക്കെങ്കിലും സഹായം കൊടുത്തു, ഭിക്ഷ കൊടുത്തു എങ്കിൽ ഭിക്ഷക്കാരിൽ നിന്നല്ല പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടത്, ദൈവത്തിൽ നിന്ന്.
നമ്മൾ നമ്മുടെ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ കഷ്ടപ്പെട്ടു വളർത്തിയെങ്കിൽ അതിനുള്ള പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടത് മക്കളിൽ നിന്നല്ല, കർത്താവിൽ നിന്ന്. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ എന്ത് ചെയ്താലും അതിനെല്ലാം തക്ക പ്രതിഫലം ദൈവം തന്നിരിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ സന്ദേശമാണ്, വാഗ്ദാനമാണ്. അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം ദൈവം ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നും പുറകോട്ട് പോകത്തില്ല. ദൈവം ഒരിക്കലും വാക്കു പാലിക്കാതിരിക്കില്ല. അതാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ക്ഷണിക്കുന്നു ദൈവത്തെ പോലെ സ്നേഹമുള്ളവരായി, പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹമുള്ളവരായി മാറാൻ. ഇതെല്ലാം നമ്മൾ കുറച്ച് നിയമങ്ങൾ പാലിച്ച് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാം, അതിലൂടെ സ്വർഗത്തിൽ പൊക്കോളും എന്നുള്ള വ്യാമോഹമല്ല നമുക്കുണ്ടാകേണ്ടത്. ലൂക്ക 10-ാം അധ്യായം 25 മുതൽ വായിക്കുമ്പോൾ നല്ല സമറായക്കാരൻ്റെ ഉപമ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ നല്ല സമറായക്കാരൻ ചെയ്തത് മുറിവേറ്റ് വഴിയിൽ കിടന്ന വ്യക്തിയോട് സഹാനുഭൂതി കാണിച്ചു. സഹതാപമല്ല, അതിലെ വന്ന് സഹതാപം കാട്ടി സൈഡിൽ കൂടെ വിട്ടുപോയ ആൾക്കാരൊക്കെ ഉണ്ട്. സഹതാപമല്ല ഈ മനുഷ്യൻ കാണിച്ചത്, സഹാനുഭൂതി. പറയുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹോദരങ്ങൾ മുറിവേറ്റ് കിടക്കുമ്പോഴും അവരെ ഏതെങ്കിലും ആവശ്യത്തിൽ കഴിയുമ്പോഴും അവരെ സഹായിക്കാവുന്ന ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ സഹാനുഭൂതിയുള്ളവരായിട്ട് നമ്മൾ മാറണം. എമ്പതി കാണിക്കുന്ന വ്യക്തികളായിട്ട് ദൈവമക്കൾ മാറണം. അപ്പോഴാണ് ദൈവ കരുണയ്ക്ക് നമ്മൾ യോഗ്യരാകുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തോട് നമ്മൾ കാണിക്കേണ്ടത്, അതാണ് ദൈവത്തിൻ്റെ ആ ഒരു തിരുഹൃദയത്തെ ധ്യാനിച്ച് അതിൽ വിശ്വാസമർപ്പിച്ച് തിരുഹൃദയത്തിൽ നമ്മെ പ്രതിഷ്ഠിച്ച് ജീവിതം മുമ്പോട്ട് നയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം നമ്മുടെ സഹജീവികളോട് സഹാനുഭൂതിയുള്ളവരായിട്ട് നമ്മൾ മാറണം. യാക്കോബ് 2:13 പറഞ്ഞിട്ടുണ്ട്, നീ കാരുണ്യപൂർവ്വം മറ്റുള്ളവരോട് പെരുമാറിയാൽ ദൈവം നിന്നോടും കാരുണ്യപൂർവ്വം പെരുമാറും. കാരുണ്യരഹിതർക്ക് കാരുണ്യരഹിതമായ ഒരു വിധി പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്താൽ കടൽ പോലെ വിശാലമായി കിടക്കുന്ന കർത്താവിൻ്റെ കരുണ കോരിയെടുക്കാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൽ ശരണപ്പെട്ടുള്ള ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അങ്ങനെയുള്ളവർ അവരുടെ ജീവിതത്തിൽ എന്തു വന്നാലും അതിനെല്ലാം നേരിട്ട് മുമ്പോട്ട് പോകാനുള്ള കൃപയും അനുഗ്രഹവും അവർക്ക് ലഭിക്കുകയും ചെയ്യും. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം. ഇവിടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവർ, ഇവിടെ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തെ നമുക്ക് അല്പസമയം സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ എല്ലാ ഉത്സവങ്ങളെയും അങ്ങ് ആസ്വദിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെ അവിടുന്ന് പരിഗണിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ നമ്മുടെ കുടുംബത്തെയും ലോകം മുഴുവനെ പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി. ഇപ്പോഴേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ.